പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 5-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ വർഷത്തിന്റെ 5-ാം മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക്, ഞായറാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ പ്രാപിപ്പാൻ നമ്മെ ഏവരെയും സർവശക്തനായ ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റോൾസ് ചാപ്റ്റർ 4 വേഴ്സ് 31 നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം നാം ഏറ്റവും പരമപ്രധാനമായി കാണുന്നത് സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യന്റെ വിടുതൽ അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും യോഹന്നാന്റെയും ശുശ്രൂഷയിൽ നടന്നതാണ്. അങ്ങനെ ജനമെല്ലാം അവരോടുകൂടെ കൂടിയെന്നും യേശുവിൽ വിശ്വസിക്കുന്നുവെന്നും മനസ്സിലാക്കി അവരെ തടവിലാക്കുന്നു, ചോദ്യം ചെയ്യുന്നു. 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അവരെ ചോദ്യം ചെയ്യുവാനായി മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും സകലരും വന്നുകൂടി. അവർ കൃത്യമായും വസ്തുനിഷ്ഠമായും മറുപടി പറയുന്നു. ചുരുക്കത്തിൽ അവർ വേണ്ട പഠിപ്പില്ലാത്തവരാണെന്നും അവർ സാധാരണക്കാര ജനങ്ങളാണെന്നും, എന്നാൽ അവരുടെ വിശ്വാസവും അവരുടെ പ്രത്യാശയും ഉന്നതാണ്. മാത്രമല്ല, ഇനി അവരെ പിടിച്ചു കെട്ടിയാൽ, ശിക്ഷിച്ചാൽ ജനങ്ങൾ തങ്ങൾക്കെതിരാകും എന്നിത്യാദിയുള്ള ചിന്തകൾ അധികാരികളെ ഭരിച്ചതിലൂടെ അവർ ചെയ്തത് ഇവരെ താക്കീത് ചെയ്യുവാൻ തീരുമാനിച്ചു. ഇവരോട് പറഞ്ഞു, ഇനി ഈ നാമത്തിൽ നിങ്ങൾ അശേഷം സംസാരിക്കരുത്. അതിന് മറുപടിയായി അവർ മുന്നും പിന്നും നോക്കാതെ പറഞ്ഞത്, ഞങ്ങൾ കർത്താവിനേക്കാൾ നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? ചുരുക്കത്തിൽ അവരെ തർജ്ജനം ചെയ്ത് വിട്ടയച്ച ഈ സഹോദരങ്ങൾ തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കൽ ഓടി വന്ന് മഹാപുരോഹിതന്മാരും മറ്റും തങ്ങളോട് പറഞ്ഞത് അവരോട് പങ്കിടുകയും അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? കർത്താവേ, അവിടുന്ന് ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു, ധൈര്യത്തോടെ വചനം പ്രസ്താവിപ്പാൻ തന്റെ ഭക്തന്മാരെ ഒരുക്കുന്നു എന്നിങ്ങനെ അവർ ഒറ്റക്കെട്ടായി ദൈവകൃപയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഓർക്കണം, അവർ പ്രാർത്ഥിക്കുന്നത് അവർക്ക് അധികാരികളിൽ നിന്ന് തർജ്ജനം കിട്ടി, പലവിധ പ്രതികൂലങ്ങൾ കൂടെയും തടവറയിൽ കൂടെയും കടന്നുപോയി. എങ്കിൽ പോലും അവയൊന്നും അവർ മുൻസ്ഥാനം കൊടുക്കാതെ കർത്താവിന്റെ വചനത്തിനും വചന പ്രഘോഷണത്തിനും കർത്താവിൽ കൂടെ നടക്കുന്ന അത്ഭുതത്തിനും അവർ മുൻതൂക്കം കൊടുത്ത് ദൈവവചന പരിഗണനയ്ക്ക് അവർ മുൻസ്ഥാനം കൊടുത്ത് മറ്റുള്ളവരിലേക്ക് ദൈവവചനം പങ്കിടുവാൻ അവർ തീരുമാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കിടയിൽ ഉണ്ടായതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 31-ാം വാക്യം. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. മക്കളുടെ കാര്യം, ഭവനകാര്യം, ആരോഗ്യകാര്യം, പെൻഷനായി, അല്ലെ നമുക്ക് കിട്ടാനുള്ള ഒരു മാസത്തിന്റെ തുകയായി, എല്ലാ കാര്യങ്ങളും സെറ്റിലാകുന്ന ഉടനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും.
അത് സഭയുടെ ശുശ്രൂഷ, കൂട്ടായ്മ, മറ്റു കാര്യങ്ങളെല്ലാം അല്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ വരുമാനം ഇല്ലാതെ നനച്ചിരിക്കുമ്പോൾ, ജീവിതത്തിൽ 4 വഴിക്കൂടെയും പ്രതിസന്ധികൾ ഏറുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുമാറുമ്പോൾ, 4 വഴിക്ക് നിന്നും കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ, നമ്മൾ എത്ര പേർ ധൈര്യത്തോടെ പരിശുദ്ധാത്മ നിറവിനായി പ്രാർത്ഥിക്കും, കാത്തിരിക്കും, ദൈവവചനം പ്രഘോഷിക്കും? നമ്മളൊക്കെ കംഫർട്ട് സോണിൽ സുവിശേഷ വേല ചെയ്യുന്നവരും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതല്ല സുവിശേഷ വേല. അത് സ്വന്തം വേലയാ, നല്ലത് തന്നെ. എന്നാൽ യഥാർത്ഥ ദൈവവേല എന്താണ് എന്ന് ഇതാ ഈ ഭക്തന്മാർ നമുക്ക് തെളിയിച്ചു തരികയാണ്. താക്കീതോടുകൂടി ജയിലറയിൽ നിന്നും വിട്ടപ്പോൾ അവർ അതൊരു ആഘോഷമാക്കി, ആരാധനയാക്കി, പ്രാർത്ഥനയാക്കി, പരിശുദ്ധാത്മ നിറവിന്റെ വേദിയാക്കി മാറ്റി. അവർ ആത്മനിറവിൽ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ തുടങ്ങി. ചോദിക്കട്ടെ, നമ്മെ രക്ഷിച്ച നമ്മുടെ ഉടയവനും പരിപാലകനുമായ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിൽ ആരും സഹായിക്കുവാനില്ലാതിരുന്നപ്പോൾ, ഒരു വാക്ക്, നല്ല വാക്ക് പറയുവാനില്ലാതിരുന്നപ്പോൾ, ഒരു വിധത്തിലും നമ്മെ കരുതുവാനും നമ്മുടെ കാര്യം നോക്കുവാനും ആരുമില്ലാതിരുന്നപ്പോഴും നമ്മെ കരുതിയ കർത്താവിനെ സാക്ഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെ വിടുവിച്ച കർത്താവ്, എന്നെ സ്നേഹിച്ച കർത്താവ്, എന്റെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ന് വരെ എന്നെ ഉയർത്തിയ കർത്താവും മതിയായവനാണെന്ന് നമ്മിൽ എത്ര പേര് ധൈര്യത്തോടെ മറ്റൊരാളോട് പറയും? അതാണ് സുവിശേഷ വേല. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവജനം കേൾക്കുന്ന ഏവരും സ്വയം ഓർത്ത് കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി സുഖേന ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും പാടുകയും പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്യുമ്പോൾ, അതാണ് കർത്തൃവേല എന്നുള്ള മൂഢ സ്വർഗത്തിൽ കൂടെ ജീവിക്കുമ്പോൾ, ഇന്നത്തെ വാഗ്ദത്ത വചനം അതല്ല കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നും അതല്ല യഥാർത്ഥ സുവിശേഷ വേലയെന്നും ഒരു പ്രാവശ്യം കൂടെ അരക്കിട്ട് ഉറപ്പിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഇന്ന് ഈ വിശുദ്ധ ദിനം രാവിലെ ഈ ദൈവദിനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ പലരും വേദന നിറഞ്ഞ ജീവിത അവസ്ഥയിൽ കൂടെ പോകുന്നവരായിരിക്കാം. സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, നിയമന ഉത്തരവുകളുടെ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ, വീട്ടിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, മാതാപിതാക്കളുടെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സഹോദരങ്ങളുടെ പ്രശ്നം, കൂടെ ജോലി ചെയ്യുന്നവർ മുഖാന്തരമുണ്ടാകുന്ന വിഷയങ്ങൾ എന്നിത്യാദി നിരവധി അനവധി നമ്മുടേതും നമ്മുടേതല്ലാത്തതുമായ കാരണങ്ങളാൽ വേദനിക്കുന്ന ഭാരത്താൽ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, ഇങ്ങനെയുള്ള അവസ്ഥയിലും പരിശുദ്ധാത്മ നിറവിൽ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, ഒരു യഥാർത്ഥ സുവിശേഷകനായി, ദൈവ പൈതലായി, ദൈവവേലക്കാരായി ഞാനും നിങ്ങളും മാറുകയാണ്. അല്ലാതെ കംഫർട്ട് സോണിൽ എല്ലാം തികഞ്ഞ് AC റൂമിൽ ശീതീകരിച്ച അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കാണ് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റാത്തത്? ആകയാൽ യഥാർത്ഥ കർത്തൃവേലയിൽ മുന്നിട്ട് വരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരെ, കണ്ണുനീർ കുതിർന്ന ജീവിത അനുഭവത്തോടെ നാളെ നോക്കി നെടുവേർപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുവാനും അതിൽ കൂടെ അനേകരെ നേടി ദൈവരാജ്യത്തിന്റെ നല്ല വർത്തകരായി തീരുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ആയതിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
ഈ മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനമായ ഈ ഞായറാഴ്ച രാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്കൊരു പുതിയ തീരുമാനത്തിന് നിദാനമാവട്ടെ. നമ്മുടെ സമർപ്പണങ്ങൾ പുനഃസമർപ്പണം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെ തന്നെ പുനഃസമർപ്പണം ചെയ്ത് ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനം അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവനെ കേൾക്കുവാനും ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ വേദനയിലും സങ്കടത്തിലും ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങളിലും കർത്തൃവേലയിൽ നിന്നും പിന്നോട്ട് പോകാതെ അങ്ങേക്ക് വേണ്ടി ആത്മനിറവോടെ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുന്നവരായി തീരുവാൻ അപ്പോസ്തലന്മാരുടെ വാക്കുകളിൽ കൂടെ ഇന്ന് ഞങ്ങളെ അവിടുന്ന് ആത്മനിറവിനാൽ നിറച്ച് ഒരുക്കിയതിനായി സ്തോത്രം. ദൈവജനം കേൾക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഓരോരുത്തരും കടന്നു പോകുന്ന വിഷമതകൾ അപ്പൻ അറിയുന്നു. അവിടുന്ന് ഏറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ വിടുതലും വിജയവും നൽകി ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കായി ഉപയോഗിക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലമെല്ലാം മാറി എല്ലാം സ്വസ്ഥമായി ഈ ഒരു കാര്യം കൂടെ ഒന്ന് ക്രമീകരിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്കിറങ്ങാം എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ സ്വപ്നം കണ്ട് ഇരിക്കരുത്. നിങ്ങൾ കടന്നു പോകുന്ന ഇന്നിന്റെ പ്രശ്നങ്ങളിൽ, ഇന്നിന്റെ വിഷയങ്ങളിൽ, ഇന്നിന്റെ ഭാരങ്ങളിൽ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിൽ അടുത്തു വന്ന് നമ്മെ കൊണ്ട് പറ്റുന്ന വിധം ആത്മനിറവിൽ ധൈര്യത്തോടെ മറ്റുള്ളവരോട് എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, താങ്കളെയും സ്നേഹിക്കുന്നു, എന്റെ ഇത്രയേറെ പ്രതികൂലങ്ങളിൽ എന്റെ കർത്താവ് എനിക്ക് മതിയാവനാ, സഹോദര സഹോദരി, താങ്കളുടെ ഈ പ്രശ്നത്തിലും യേശു മതിയാവനാ, ഇത്രയുമെന്ന് പറയുവാൻ തയ്യാറായാൽ ആ വ്യക്തിയാണ് യഥാർത്ഥ സുവിശേഷകൻ. ആ നിലയിൽ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും നാം ഓരോരുത്തരും നിത്യതയുടെ തുറമുഖത്തിൽ എത്തിച്ചേർന്ന് യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.